തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ വിവാദത്തിൽ നാളേറെയായിട്ടും HMC യോഗം വിളിക്കാതെ നഗരസഭ. താലൂക്ക് ആശുപത്രിക്കെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും ഉയർന്നിട്ടും HMC യോഗം വിളിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. UDF ഭരണസമിതി കൈയാളുന്ന നഗരസഭ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടും ഇതുവരെയും യോഗം വിളിച്ചു ചേർക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഡോക്ടർമാരുടെ വിശ്രമമുറിയുടെ പിറകിലെ വാതിൽ, ആശുപത്രിക്കകത്ത് ഡോക്ടർമാർ നടത്തിയ സമരം, 1 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ച സംഭവം, ചികിത്സ വൈകിയത് കാരണം രോഗി മരിച്ച സംഭവം, രാത്രി ഡ്യൂട്ടിയിൽ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ ഉറങ്ങിയ സംഭവം, ഡോക്ടർമാരുടെ നിർബന്ധം കാരണം സുരക്ഷാ ജീവനക്കാരനെ പിരിച്ചുവിട്ടത്, സാധാരണ മരണമായ മൂന്നൂർ സ്വദേശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്, മൃതദേഹം മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാൻ വൈകിയത്, സാധാരണ സംസാരത്തിന് പോലും പോലീസിൽ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചത്, RMO ഇടയ്ക്കിടെ ആശുപത്രിയിൽ നിന്നും മുങ്ങുന്നത്, അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് മരുന്ന് നൽകാത്തത് തുടങ്ങി നിരവധി പരാതികളും ആരോപണങ്ങളുമാണ് ഉയർന്നിട്ടുള്ളത്. നഗരസഭാ അധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടിയാണ് HMC ചെയർമാൻ. താലൂക്ക് ആശുപത്രി കവാടത്തിന് മുന്നിൽ ഈ മാസം 16-ന് യൂത്ത് ലീഗ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ സംഘടിപ്പിച്ച ഏകദിന ഉപവാസത്തിൽ ചെയർമാനും പങ്കെടുത്തിരുന്നു. അന്ന് 2 ദിവസത്തിനകം തന്നെ HMC യോഗം ചേരുമെന്നും വിഷയങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്നും ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയും യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. നടത്തുന്നത് HMC ആണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന, സാമൂഹ്യ സംഘടനകളെ പ്രതിനിധി ഉൾക്കൊള്ളുന്ന ഞങ്ങൾ HMC മാസം തോറും കൃത്യമായി ചർച്ചകൾ ചെയ്തു വരികയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏക അഭിപ്രായത്തിൽ വിവാദങ്ങൾ ഉയർത്തി ചർച്ചകൾ നടത്തി, ഗൗരവമായി ഇടപെടൽ നടത്തി, അവസാനം രമ്യമായി എല്ലാം ഒത്തുതീർന്ന് ഒറ്റ സംഘടനയായി പോകുന്ന ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയ ഒരു സംഘടനയാണ് HMC. മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്ന രൂപത്തിൽ കാലതാമസം വരുത്തുന്നു എന്ന പരാതിയെ തുടർന്ന് ഞങ്ങൾ നിരവധി വട്ടം ഇതുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഉപവാസ സമരം വരുന്ന കാലങ്ങളിലേക്കുള്ള ഒരു സന്ദേശമാണ്, ശ്രദ്ധ ക്ഷണിക്കലാണ്, പോരായ്മകൾ പഠിക്കലാണ്. അതുകൊണ്ട് ഈ രോഗികൾക്ക് സംഘടന ഇല്ല എന്ന ഒരു വലിയ കാര്യം മനസ്സിലാക്കിയാണ്. രോഗിയോടൊപ്പം ഞങ്ങളുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, HMC ഉണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനും പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവത്തിന് അടിയന്തരമായി തന്നെ തീരുമാനമുണ്ടാക്കുകയും ഇവിടെ ചെമ്മാട്ടെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്വകാര്യ ആശുപത്രികളൊന്നുമില്ല. സ്വകാര്യ ആശുപത്രികൾക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികളെ പറഞ്ഞേക്കാൻ ഇവിടെ ആകും ലൈനാസ് ഗൈനക്കോളജിസ്റ്റ് ഹോസ്പിറ്റൽ മാത്രമല്ലേ ഉള്ളൂ. മറ്റ് സ്വകാര്യ ആശുപത്രികളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വളരെ കഷ്ടമാണ് വരുന്ന രോഗികൾക്ക് കൃത്യമായി ചികിത്സയും പരിഹാരവും ലഭിക്കണം. അതിന് മോശമായ ഇടപെടലുകൾ ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അടിയന്തര നടപടികൾക്കായി ബഹുമാനായ MLA കിട്ടാവുന്ന ഫണ്ടുകളൊക്കെ നഗരസഭയ്ക്ക് സർക്കാരിന് വാങ്ങിത്തരുന്നുണ്ട്. കെട്ടിട നിർമ്മാണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഡയാലിസിസ് സെന്ററുകൾക്ക് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. തൃപ്തികരമായമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, എക്സ് ഡിപ്പാർട്ട്മെന്റ്, ലാബ് ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി ഒക്കെ വളരെ കൃത്യമായി തന്നെയാണ് നടക്കുന്നത്. യഥാർത്ഥ ഡോക്ടർമാരുടെ പെരുമാറ്റ ദൂഷ്യങ്ങളെ കുറിച്ചാണ് പരാതിയുള്ളത്. അത് അടിയന്തരമായി ഇടപെട്ട് സംസാരിച്ച് പരിഹരിക്കാൻ MLA 2 ദിവസമായി DMOയുമായി കലക്ടറുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ കലക്ടറേറ്റിലേക്ക് പോകുന്നുണ്ട്. ഞാൻ MLA കൂടി ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരാമർശിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരസഭയ്ക്ക് ഭാരി ഉത്തരവാദിത്തമുണ്ട്. ഈ നഗരസഭ നടത്തുന്ന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു വൈകല്യം കൂടാതെ മുന്നോട്ട് പോകാൻ HMCയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞ് പരിഹാര മാർഗമായി മുന്നോട്ട് പോകും. അതേസമയം ഡോക്ടർമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യോഗം വിളിക്കാത്തതെന്നാണ് ആക്ഷേപം. വിഷയം ചർച്ച ചെയ്താൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഡോക്ടർമാർ ഭീഷണി മുഴക്കിയതായാണ് ആരോപണങ്ങൾ ഉയരുന്നത്. നിയമസഭയിൽ വരെ ചർച്ചയായ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കെടുകാര്യസ്ഥത ആശുപത്രി മാനേജ്മെന്റ് ചർച്ച ചെയ്യാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ശക്തമായ പ്രക്ഷോഭത്തിന് വിവിധ സംഘടനകൾ തയ്യാറെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും HMC മൗനം പാലിക്കുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്താനാണ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.